നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. വാങ്കഡയിൽ ഹാർദിക് പാണ്ഡ്യയെ കൂകി വിളിച്ച ആ ദിനങ്ങൾ ഓർമ്മയില്ലേ? മുംബൈ ഇന്ത്യൻസിന്റെ സ്വന്തം മൈതാനത്ത് വെച്ച് സ്വന്തം ആരാധകരുടെ കൂവലുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ട ആ ദിനങ്ങൾ ഹാർദിക് ഒരിക്കലും മറക്കാനിടയില്ല. IPL ആരാധകർ ഇപ്പോൾ ആ ദിനങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുമുണ്ടാവില്ല. മാസങ്ങൾക്ക് മുൻപ് മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ സ്നേഹവാത്സല്യങ്ങൾക്കപ്പുറം സ്നേഹവാത്സല്യം പ്രതീക്ഷിച്ചിറങ്ങിയ ഹാർദിക്കിന് മുംബൈ അത്ര നല്ല ഓർമ്മകളല്ല നൽകിയത്. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായി. ഗുജറാത്തിൽ നിന്ന് എത്തിച്ച ഹാർദിക്കിനായിരുന്നു പുതിയ ക്യാപ്റ്റൻസി ചുമതല. രോഹിത്തിനെ മാറ്റിയതിന്റെ കലിപ്പ് ആരാധകരെല്ലാവരും കൂടി ഹാർദിക്കിന്റെ മേലങ്ങ് ചാർത്തി. ഗ്രൗണ്ട് സപ്പോർട്ട് എന്നത് ഒരു കളി ജയിക്കാൻ നിർണായകമായ കാര്യങ്ങളിൽ ഒന്നാണ് എന്നാണല്ലോ പറയാ. പക്ഷേ മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിൽ കളിച്ച ഓരോ കളിയിലും ക്യാപ്റ്റൻ ഹാർദിക്കിന് കൂവലുകളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നാൾക്ക് നാൾ തോറും അത് കൂടിയതല്ലാതെ കുറഞ്ഞതേയില്ല. അതിന്റെ പ്രതിഫലനം ടീമിനും ഉടലെടുത്തു. രോഹിത് പക്ഷമെന്നും ഹാർദിക് പക്ഷമെന്നും മുംബൈ ഇന്ത്യൻസ് രണ്ടായി വിഭജിച്ചു. ഒടുക്കം കഴിഞ്ഞ IPL സീസണിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായി ടീം പുറത്തു പോകുമ്പോഴും അതായിരുന്നു ഏറ്റവും വലിയ വിഷമം. പക്ഷേ അപ്പോഴും അചഞ്ചലമായ മനസ്സോടെ അപാരമായ ആത്മവിശ്വാസത്തോടു കൂടി ഹാർദിക് പാണ്ഡ്യ ടീമിനെ നയിച്ചു. താൻ അനുഭവിച്ച കയ്പും കണ്ണീരും ഒരിക്കൽ പോലും പരിഭവമായി പറഞ്ഞിട്ടേയില്ല. ടീമിനെ ആവുന്ന വിധത്തിലെല്ലാം കളി ജയിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്രയൊക്കെ ആയിട്ടും പെരുമാറുന്നതും കണ്ടില്ലേ എന്ന അഹങ്കാരം വിളികളും അയാൾ കേട്ടു. ഇതിനിടെ താരത്തിന്റെ വിവാഹമോചന അഭ്യൂഹങ്ങളും പരന്നു. കുടുംബപരമായും കരിയർപരമായും എല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിട്ടും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനോ ആത്മവിശ്വാസത്തിനോ ഇളക്കം തട്ടിയിട്ടേയില്ല. എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ലണ്ടനിൽ നിന്നായിരുന്നു അദ്ദേഹം US-ലെത്തിയത്. ആ സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ വിവാഹമോചനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടേയിരുന്നു. എല്ലാ നിലയ്ക്കും മാനസിക പ്രതിസന്ധി അനുഭവിച്ച അദ്ദേഹത്തിന് പക്ഷേ T20 ലോകകപ്പ് കാത്തുവെച്ചത് മറ്റൊരു അനുഭവമായിരുന്നു. ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഇന്ത്യയെ അദ്ദേഹം നിർണായക സമയങ്ങളിലെല്ലാം കരകയറ്റി. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളി കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ ഹെൻറിച്ച് ക്ലാസിനെ പുറത്താക്കി ഇന്ത്യൻ വരുതിയിലേക്ക് എത്തിച്ച ആ നിമിഷങ്ങളെ മറക്കാൻ കഴിയില്ല. 16 റൺസ് വേണ്ടിയിരുന്ന അവസാന ഓവറിൽ 8 റൺസ് മാത്രം വിട്ടു നൽകുകയും 2 വിക്കറ്റുകൾ നേടുകയും ചെയ്ത അനുഭവങ്ങളും മനസ്സിൽ നിന്ന് പോവുകയില്ല. അവസാന ഓവറിലെ ത്രില്ലിംഗ് ജയത്തിന് പിന്നാലെ രോഹിത് ശർമ്മ എത്തി. പാണ്ഡ്യയെ കെട്ടിപ്പിടിച്ചതൊക്കെ അവിസ്മരണീയമായ അനുഭവമായി മനസ്സിലുണ്ട്. തുടർന്ന് എല്ലാവരും ചേർന്ന കണ്ണീരിൽ കുതിർന്ന ആ വിജയ ആഘോഷവും എത്തി. ഹാർദിക് സംസാരിക്കുന്നതിനിടെ രോഹിത് വന്ന് മുത്തം നൽകിയതും എങ്ങനെ മറക്കാൻ സാധിക്കും? ഒടുക്കം ലോകകപ്പ് ഇന്ത്യയുടെ കയ്യിൽ വെച്ചുകൊടുത്ത 2 മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി ഹാർദിക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ ഹാർദിക് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെയൊക്കെ ഹാർദിക് വിളികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വിക്ടറി പരേഡ് സ്റ്റേഡിയത്തിൽ കടന്നതോടുകൂടി ഹാർദിക് വിളികൾ ഒന്നുകൂടി മുഴങ്ങി. ഒരു ജനത 2 മാസം തന്നെ നടത്തിയ ചെയ്തികൾക്ക് പ്രായച്ചിത്തം ചെയ്യുകയായിരുന്നു ഇത്. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യുക? കൂകി വിളിച്ച സ്റ്റേഡിയത്തിൽ ലോകം കീഴടക്കിയ ആ ജയത്തോടുകൂടി, ആ ആവേശത്തോടുകൂടി കപ്പം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഹാർദിക് നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോസ് അദ്ദേഹം പങ്കുവച്ചു. ഈ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട്